എല്ലാവർക്കും നമസ്കാരം. മിക്കവരും നേരിടുന്ന ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ആസിഡിറ്റി. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നതിനായി ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിന്റെ അളവ് കൂടുകയോ അത് ഭക്ഷണനാളിയിലേക്ക് തിരികെ കയറുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതിനെ ആസിഡ് റിഫ്ലക്സ് എന്ന് വിളിക്കുന്നു. തെറ്റായ ഭക്ഷണ രീതി, അസമയത്തുള്ള ആഹാരം, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു. നെഞ്ചെരിച്ചിൽ, വയറ്റിൽ അനുഭവപ്പെടുന്ന എരിച്ചിൽ, പുളിച്ചിത്തുകെട്ടൽ, തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പലപ്പോഴും നമ്മൾ അസിഡിറ്റിയെ വെറും ഗ്യാസ് ട്രബിൾ എന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഇത് ദീർഘകാലം തുടരുന്നത് ആമാശയത്തിൽ പുണ്ണുകൾ ഉണ്ടാകാൻ കാരണമാകും. അസിഡിറ്റി നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനം ഭക്ഷണത്തിന്റെ സമയമാണ്. 3 നേരവും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഭക്ഷണം ഒഴിവാക്കരുത്, കാരണം ഇത് ആമാശയത്തിലെ ആസിഡിന്റെ നില വർദ്ധിപ്പിക്കും. രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുൻപെങ്കിലും കഴിക്കണം. ആയുർവേദ പ്രകാരം ചില ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് പാലും പുളിയുള്ള പഴങ്ങളും ഒന്നിച്ച് കഴിക്കുന്നത്, അതുപോലെ അമിതമായ എരിവ്, പുളി, ഉപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങളും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും പരമാവധി കുറയ്ക്കുക. ഭക്ഷണത്തിനിടയിൽ ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനരസങ്ങളെ നേർപ്പിക്കുകയും ദഹനക്കേടിന് കാരണമാവുകയും ചെയ്യും. അമിതമായ ടെൻഷനും ദേഷ്യവും പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുകയും അസിഡിറ്റിക്ക് കാരണമാവുകയും ചെയ്യും. 1 ടീസ്പൂൺ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം തണുത്ത ശേഷം കുടിക്കുക. ജീരകം ദഹനരസങ്ങളെ ക്രമീകരിക്കുകയും അമിതമായ ആസിഡിന്റെ ഉൽപാദനം തടയുകയും ചെയ്യും. അസിഡിറ്റി മൂലം കടുത്ത നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ 1 ഗ്ലാസ് തണുത്ത പാൽ പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കും. ഇത് ഉടനടി ആശ്വാസം നൽകും. ഭക്ഷണത്തിന് ശേഷം അല്പം പെരിഞ്ജീരകം ചവച്ചരച്ച് കഴിക്കുന്നത് ദഹനം സുഗമമാക്കാൻ സഹായിക്കും. ഇതിലെ ഘടകങ്ങൾ ആമാശയത്തിലെ വീക്കം കുറയ്ക്കാനും നല്ലതാണ്. 1/2 ഗ്ലാസ് കറ്റാർവാഴയുടെ നീര് ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നത് ആമാശയത്തിലെ പുണ്ണുകൾ ഉണങ്ങാനും അസിഡിറ്റി കുറയ്ക്കാനും നല്ലതാണ്. ദിവസവും 1 ഇളനീർ കഴിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും പിത്തദോഷത്തെ ശമിപ്പിക്കാനും സഹായിക്കും. വിട്ടുമാറാത്ത അസിഡിറ്റി ചികിത്സിക്കാതിരുന്നാൽ അത് ആമാശയത്തിലോ കുടലിലോ പുണ്ണുകൾ ഉണ്ടാക്കാൻ ഇടയാകും. അമിതവണ്ണമുള്ളവർക്ക് അസിഡിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. വെറും വയറ്റിൽ കടുത്ത ചായയോ കാപ്പിയോ കുടിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കും. ഇത് ഒഴിവാക്കി പകരം ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക.